ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള ദൗത്യം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തി. ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. MK രാഘവൻ MPയും മഞ്ചേശ്വരം MLA AK അഷ്റഫും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളെ തുടർന്ന് ഈ മാസം 16-നാണ് ഗംഗാവലി പുഴയിലെ തിരച്ചിൽ വീണ്ടും നിർത്തിയത്. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണും കല്ലും നീക്കം ചെയ്താൽ മാത്രമേ തിരച്ചിൽ സാധ്യമാകൂ എന്ന് നാവികസേന അറിയിച്ചിരുന്നു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചെങ്കിലും അതിന്റെ ചെലവ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ ഡ്രഡ്ജറിനായുള്ള ചെലവ് പൂർണ്ണമായും കർണാടക സർക്കാർ വഹിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. അദ്ദേഹം ഇന്ന് തന്നെ സംസാരിച്ച് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് രാത്രി ഞങ്ങൾ സതീശയിൽ MLAയുമായി സംസാരിക്കും. അപ്പോൾ ഏതായാലും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടിക്രമം ഉടനെ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കൂടിക്കാഴ്ചയിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണുകയും ശുഭാപ്തി വിശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും കളക്ടറുമായിട്ടും MLAയുമായിട്ടും എല്ലാം സംസാരിക്കുകയും ഡ്രഡ്ജർ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് തന്നിരിക്കുന്നത്. ശിരൂരിൽ ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. നാവികസേനയുടെ സംഘം നാളെ പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും പരിശോധിക്കും. 24 ബംഗളൂരു.